ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധന്മാരുടെ കൈകൾ എന്ന പഠന പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാഹസം ഇല്ലാത്ത കയ്യ് എന്നുള്ള വിഷയമാണ്. സാഹസം ഇല്ലാത്ത കയ്യ്, ഹാൻഡ് വിച്ച് ഹാസ് നോ വയലൻസ്. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അവിടെ നാം വായിക്കുന്നു, ഇയ്യോബ് പറയുകയാണ്, എന്റെ കൈകളിൽ സാഹസം ഇല്ല, എന്റെ കൈകളിൽ സാഹസമില്ല. ഇയ്യോബ് തന്റെ 3 സ്നേഹിതന്മാരോട് പറയുന്ന വാക്കുകളാണ്. ഇയ്യോബിന്റെ കഷ്ടാവസ്ഥ അറിഞ്ഞിട്ട് അവന്റെ 3 സ്നേഹിതന്മാർ അവനെ സന്ദർശിക്കാൻ വന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യമേ ഈ 3 സ്നേഹിതന്മാർ കുറെ സമയം, മണിക്കൂറുകൾ വായ്പൊത്തി ഒന്നും മിണ്ടാൻ കഴിയാതെ അവന്റെ മുമ്പാകെ നിസ്സംഗതരായി ഇരുന്നുവെങ്കിലും പിന്നീട് അവരിൽ ഓരോരുത്തരായി ഇയ്യോബിനെ കുറ്റം ആരോപിക്കുകയും അവനിൽ പാപം ഉണ്ട് എന്ന് വരുത്തിവെക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതായി ആ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിന് 1996 ഞാൻ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം ആധികാരിക ഗ്രന്ഥങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്ത് 1997 അടിച്ച ആ പുസ്തകം 4 എഡിഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആരെങ്കിലും അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായാൽ ഞാൻ അവർക്ക് അത് കൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ ആയിരക്കണക്കിന് കോപ്പികൾ സഹോദരന്മാരും വാങ്ങിയിട്ടുണ്ട്. നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വാങ്ങി പഠിച്ചിട്ടുണ്ട്. അതൊരു ഡിവോഷണൽ കം അതോറിറ്റേറ്റീവ് വ്യാഖ്യാന ഗ്രന്ഥമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ സവിസ്തരം ഇയ്യോബിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഇയ്യോബിനെ കുറിച്ച് അവൻ തന്നെ പറയുകയാണ്, എന്റെ കൈകളിൽ സാഹസം ഇല്ല എന്ന്. സാഹസം എന്ന വാക്കിന് കവർച്ച, പിടിച്ചുപറി, മോഷണം, കൈക്കൂലി, അനധികൃതമായ സമ്പാദ്യം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണുള്ളത്. ഞാൻ റിപ്പീറ്റ് ഇറ്റ്. കവർച്ച എന്ന് പറഞ്ഞാൽ ഈ സാഹസം എന്ന വാക്കിന്റെ അർത്ഥം കവർച്ച. 2 പിടിച്ചുപറി, 3 മോഷണം, 4 കൈക്കൂലി, 5 അനധികൃതമായ സമ്പാദ്യം. ഇതിനെയെല്ലാം സാഹസം എന്നാണ് പറയുന്നത്. ഒരു വിശ്വാസി തന്റെ കൈകളിൽ സാഹസമില്ലാത്തവനായിരിക്കണം. ഇവിടെ ഞാൻ പറയുമ്പോൾ പിടിച്ചുപറി, ആത്മീയ ലോകത്ത് ശുശ്രൂഷ വേദികൾ പിടിച്ചുപറിക്കുന്ന, മറ്റുള്ള ആളുകളുള്ള വേദികൾ പിടിച്ചുപറിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. എന്ന് പറഞ്ഞാല് ഒരുവന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ശുശ്രൂഷ അത് കൊടുക്കണ്ട, ഞാനങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞ് പിടിച്ചുപറിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. യാക്കോബ് യേശാവിനോട് ചെയ്തതുപോലെ. അപ്പോൾ അത് വാസ്തവത്തിൽ സാഹസമുള്ള ഒരു പ്രവൃത്തിയാണ്. കവർച്ച, തന്റേതല്ലാത്ത വസ്തുക്കൾ എടുക്കുക, ഇത് കവർച്ച. അത് ദൈവസന്നിധിയിൽ യോഗ്യമല്ലാത്ത ഒന്നാണ്. ഒരു മനുഷ്യന്റെയും, അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും, നമ്മുടേതല്ലാത്ത യാതൊരു വസ്തുവും നാം എടുക്കരുത്, ഉപയോഗിക്കരുത്. അത് നമ്മളേതായി നമ്മൾ ഉപയോഗപ്പെടാൻ പാടില്ല. മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ സാധിക്കണം. നമ്മുടെ വീട്ടിലൊരുത്തിനെ താമസിപ്പിച്ചാൽ അവൻ നമ്മുടെ വസ്തുവകൾ അപഹരിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതിനായിരിക്കണം അവന്റെ ബിഹേവിയറിസം. ഒരിക്കലും നമ്മൾ സംശയിച്ചു പോയാൽ പിന്നീട് ജീവിതകാലത്തൊരിക്കലും അവനെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കവർ ചെയ്യുക, പിടിച്ചു പറിക്കുക, മോഷണം, അതെല്ലാം ഇതിന്റെ ഭാഗമാണല്ലോ. മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക, അത് ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ടെംപ്റ്റേഷനാണ്. എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കണ്ടാൽ മോഷ്ടിച്ചെടുക്കുക. ആൾക്കാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നല്ല വില കൂടിയൊരു ബാബിലോണിയ മേലങ്കയും സ്വർണ്ണക്കട്ടിയും വെള്ളിയും ഒക്കെ കണ്ടപ്പോൾ മോഹിച്ച് അത് അപഹരിച്ച് തന്റെ കൂടാരത്തിന്റെ അടിയിൽ മണ്ണിൽ കുഴിച്ചിട്ടിരുന്നു എന്ന് വായിക്കുന്നു. മോഷണം അത് സാഹസമാണ്. പിന്നെ മറ്റൊന്നാണ് കൈക്കൂലി. കൈക്കൂലി അനധികൃതമായ സമ്പാദ്യം. കൈക്കൂലി പല വിശ്വാസികൾ പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നാണ്. കൈക്കൂലി വാങ്ങിക്കുക. ജോലികളുടെ നിയമനത്തിന് ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ ജോലി അന്വേഷിച്ചു വരുന്ന ആളുകളോട് ഭീമമായ തുകകൾ കൈക്കൂലി വാങ്ങുക. അതുപോലെ മറ്റെന്ത് കാര്യങ്ങൾക്കും കൈക്കൂലി വാങ്ങിക്കുക. ഏതെങ്കിലും ആളുകൾ ശുപാർശ ചെയ്താൽ അത് കൈക്കൂലി വാങ്ങിക്കുക. അനധികൃതമായി സമ്പാദിക്കുക. തങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ഒഴികെ മറ്റ് യാതൊന്നും വാങ്ങുന്നതിനെ അനധികൃതമായ സമ്പാദ്യം എന്നാണ് പറയുന്നത്.
ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ജോലി ഒരാളെ ഏൽപ്പിച്ചു. ആ ജോലി നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാൽ ഒരാൾ മുഖാന്തരമാണ് ആ ജോലി നമ്മൾ തരപ്പെടുത്തിയെങ്കിൽ ആ മുഖാന്തരമായി തീർന്ന ആളിന് ജോലി ചെയ്യുന്ന ആള് ഒരു പ്രത്യേക കമ്മീഷൻ കൊടുക്കുക, കമ്മീഷൻ വാങ്ങിക്കുക, ഒരു പെർസെന്റേജ് പറഞ്ഞു വാങ്ങിക്കുക, ഇടനില നിന്ന് ഇടനിലയ്ക്കുള്ള കൂലി വാങ്ങിക്കുക. ഇതൊന്നും ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോഗ്യമായ കാര്യങ്ങളല്ല. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ തന്റെ കൈകളെ സാഹസമില്ലാത്ത കൈകളാണെന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണം. തിമോഥെയോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ, ആകയാൽ പുരുഷന്മാർ എല്ലാ കോപവും വാഗ്വാദവും വിട്ടൊഴിഞ്ഞ് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെങ്കിൽ കൈകൾ വിശുദ്ധമായിരിക്കണം. അത് മോഷ്ടിക്കാത്ത, കവർച്ച ചെയ്യാത്ത, പിടിച്ചുപറിക്കാത്ത, അപഹരിക്കാത്ത, കൈക്കൂലി വാങ്ങാത്ത, അനധികൃതമായ സമ്പാദ്യങ്ങൾ നേടാത്ത. ശമ്പളമുണ്ടോ? അത് ധാരാളം മതിയെന്ന് വെക്കണം. ദൈവം തരുന്ന അല്പം മതിയെന്ന് വെക്കണം. ഈ കൈക്കൂലി വാങ്ങിക്കരുത്. കൈക്കൂലി വാങ്ങുന്ന സുവിശേഷന്മാർ, കൈക്കൂലി വാങ്ങുന്ന പാസ്റ്റർമാർ, അനധികൃതമായ സ്വത്തുക്കൾ സമ്പാദിക്കുന്ന ആത്മീയ ശുശ്രൂഷകന്മാർ, യോഗ്യമല്ലാത്ത ആത്മീയ സ്ഥാപനങ്ങളുടെ നിറകിലിരുന്നിട്ട് അപ്പോയിന്റ്മെന്റിന് വേണ്ടി, പ്ലേസ്മെന്റിന് വേണ്ടി കൈക്കൂലിയും വൻ നിക്ഷേപങ്ങളും വാങ്ങുന്ന ആളുകൾ, ഇവർക്കാർക്കും ദൈവരാജ്യത്തിൽ ഒരു പങ്കും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ളവർ വാസ്തവത്തില് ദ്രവ്യ പ്രിയന്മാരാണെന്നാണ് ദൈവവചനം പറയുന്നത്. പല കാര്യങ്ങളും തുറന്നു പറയണം എന്നുണ്ടെങ്കിലും എന്നെക്കുറിച്ച് പൊതുവെയുള്ള ആക്ഷേപം തുറന്നു പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരും വേദികൾ പോലും എനിക്ക് വിലക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഭയപ്പെട്ടല്ല. ചില കാര്യങ്ങൾ പ്രായമായി വരികയല്ല, അവിടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പറയാതിരിക്കുന്ന നല്ലത്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായി പറയുന്നില്ല. കാര്യം പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇവിടെ ഇയ്യോബിനെ കുറിച്ച് സാത്താനും ദൈവവും മറ്റുള്ള ആളുകളും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞൊരു കാര്യമാണ്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്നുള്ളത്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, നിർമ്മലൻ, ദോഷം വിട്ടകലുന്നവൻ. ഇത് സാത്താനും പറഞ്ഞു, മറ്റുള്ള ആളുകളും പറഞ്ഞു, ദൈവവും അവനെക്കുറിച്ച് ആ നിലയിൽ സാക്ഷ്യം പറഞ്ഞു. ഇയ്യോബിനെ പോലെ സാക്ഷ്യം ലഭിച്ച ആളുകൾ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മൾ വായിക്കുന്നത് ഇയ്യോബ് ആരായിരുന്നുവെന്നും അവന്റെ കൈകൾ എങ്ങനെയുള്ളതായിരുന്നെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. ഇയ്യോബിന്റെ കൈകളും ഹൃദയവും എങ്ങനെയായിരുന്നു സാത്താൻ അറിയാമായിരുന്നു. ഇയ്യോബിന്റെ കൈകളും ഹൃദയവും എങ്ങനെയായിരുന്നുവെന്ന് ഇയ്യോബിനോട് ഏർപ്പെടുന്ന അവന്റെ സ്നേഹിതന്മാർക്ക് അറിയാമായിരുന്നു. എല്ലാറ്റിലും ഉപരി തനിക്ക് തന്നെ അറിയാമായിരുന്നു. യോഹന്നാൻ എന്താണ് പറയുന്നത്? മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. പണപരമായ കാര്യങ്ങളിലും ധാർമ്മികമാകുന്ന ജീവിത വഴികളിലും നമ്മുടെ കുടുംബജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലുമൊക്കെ നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കാത്ത ഒരു ജീവിത ശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ ആരെന്നും പറയട്ടെ, ഡോണ്ട് വറി, നമുക്ക് സധൈര്യം പറയാൻ കഴിയും, എന്റെ കൈകളിൽ സാഹസം ഇല്ല. വീണ്ടും പറയുകയാണ് ദാവീദ്, എന്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. എന്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. ഇയ്യോബിന്റെ പ്രാർത്ഥന നിർമ്മലമായിരുന്നു. അപ്പോ നിർമ്മലമായ പ്രാർത്ഥന ഉണ്ടാകണം. എന്ത് ചെയ്യണം? ബാഹ്യവും ആന്തരികവുമായ സകല അവയവങ്ങളും ദൈവസ്ഥനിൽ വിശുദ്ധമായിരിക്കണം. നാവ് കൊണ്ട് കുറള മാത്രം പറയുന്നവൻ വിശുദ്ധിയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിനെയും വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ മണ്ഡലങ്ങൾ വിശുദ്ധമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്റെ പ്രാർത്ഥന ദൈവസ്ഥനിൽ നിർമ്മലമാണെന്ന് പറയാൻ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. പല പ്രാർത്ഥനകളും ദൈവമുമ്പാകെ നിർമ്മലമല്ല. എന്താണ് കാരണം? ഹൃദയം നിർമ്മലമല്ല, കൈയും നിർമ്മലമല്ല. ദോഷം ചെയ്യുവാൻ ബന്ധപ്പെടുന്ന ഹൃദയവും അകൃത്യത്തിൽ നടക്കുവാൻ ബന്ധപ്പെടുന്ന കാലും സാഹസം പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കപ്പെടുന്ന കൈയും നിർമ്മലമാണെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, സാഹസം പ്രവർത്തിച്ച തന്റെ ശരീരാവയവങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഞാൻ നിർമ്മലനായി തീരുന്നതിന് ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരിക്കലും
യോഗ്യമല്ലാത്ത അനധികൃത സമ്പാദ്യം നേടിയിട്ടുള്ള ആളുകളാണെങ്കിൽ, അഥവാ നേടുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൈക്കൂലി വാങ്ങുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരുടേത് കവർച്ച ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അത് ദൈവസന്നിധിയിൽ യോഗ്യമല്ല എന്ന് ഞാൻ തുറന്ന് സംസാരിക്കട്ടെ. എത്ര ആളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ വിഷയം. ദൈവം എത്രമാത്രം എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. സഖായി മാനസാന്തരപ്പെട്ടപ്പോൾ അവന് നന്നായി മാനസാന്തരപ്പെട്ടു. കാട്ടത്തിൽ നിന്ന് തന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ, യേശു അവനെ കണ്ടുമുട്ടി. കാട്ടത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവൻ പറയുന്ന, കർത്താവേ, ഞാൻ എന്റെ വസ്തുവകളിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിയുമായി വാങ്ങിയിട്ടുള്ളത് 4 മടങ്ങായി ഞാൻ മടങ്ങി കൊടുക്കുന്നു. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. ഇതാണ് യഥാർത്ഥ വീണ്ടും ജന്മം. ഇതാണ് ദൈവത്തിലേക്കുള്ള യഥാർത്ഥമായ മടങ്ങി വരവ്. മറ്റുള്ളവന്റെ പണം, അത് അറബിയുടെ ആകട്ടെ, യൂറോപ്യന്റെ ആകട്ടെ, നാട്ടിലുള്ളവന്റെ ആകട്ടെ, നമ്മുടെ ഗ്രഹത്തിൽ ഇരുന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ ആ നിലവിളിയുടെ ശബ്ദത്തിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കൈകളെ ഉയർത്തി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം ഒരിക്കലും കേൾക്കുകയില്ല. അയോഗ്യമായി നേടിയതോ സമ്പാദിച്ചതോ ഉണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണം. അവിടെയാണ് ദൈവത്തിന്റെ നന്മയുണ്ടാകുന്നത്. ദൈവത്തിന്റെ നീതിക്ക് വിരുദ്ധമായ, ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് കൊള്ളാത്ത യാതൊരു സമ്പാദ്യവും നമുക്കൊരിക്കലും അത് ഉപകാരമായി ഭവിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഒരേ ഒരു ജീവിതം, അത് 70 സംവത്സരം, ഏറെയാൽ 80. അതിന്റെ പ്രതാപം കഷ്ടവും പ്രയാസവുമാകുന്നു. അത് വേഗത്തിൽ പോകുന്നതാണ്. ഇവിടെ നാം ഒന്നും കൊണ്ടുപോകുന്നില്ല. വെറും കൈയായി നാം വന്നു, വെറും കൈയായി നാം പോകുന്നു. മഹാനായ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ വെച്ച് തന്റെ കമാൻഡിംഗ് ജനറൽസിനോട് പറഞ്ഞ 3 വാക്കുകൾ എന്നെ എല്ലായ്പ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ മെസ്സേജിൽ പറഞ്ഞതുമാണ്. അദ്ദേഹം തന്റെ 4 കമാൻഡർമാരിൽ പ്രധാനിയെ വിളിച്ച് തന്റെ ശവസംസ്കാര ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, എന്റെ ഭൗമശരീരം നഗരപ്രദക്ഷിണത്തിനായി കൊണ്ടുപോകുമ്പോൾ എന്നെ കിടത്തിയിരിക്കുന്ന ശവമഞ്ചത്തിൽ പെട്ടിയുടെ ഇരു സൈഡിലേക്കും 2 തുളകെട്ട് എന്റെ 2 കൈകളും മലർത്തി ഇങ്ങനെ വെളിയിലേക്ക് ഇട്ട് നഗരപ്രദക്ഷിണം ചെയ്യണം. 2, എന്റെ ശവശരീരം ചുമന്നുകൊണ്ടു പോകുന്ന മഞ്ചത്തിന്റെ മുമ്പിൽ എന്റെ ട്രഷറിയിൽ ഞാൻ നേടിയിട്ടുള്ള സ്വർണ്ണ വെള്ളി നാണയങ്ങൾ അത് വിതരണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 3ാമത് ഒരാഗ്രഹം കൂടി പറഞ്ഞു, എന്നെ അന്ത്യമായി ശുശ്രൂഷ ചെയ്ത ബാബിലോണിയിലെ ഭിഷഗ്വരന്മാരായിരിക്കണം എന്റെ ശവമഞ്ചം ചുമക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കമാൻഡിംഗ് ചീഫ് ചോദിച്ചു, മഹാരാജാവേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞത്? അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വാളുകൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു. എന്റെ സാമ്രാജ്യ സീമയെ വികസിപ്പിച്ചു. ലോകത്തിന് മുമ്പാകെ, ലോക രാജാക്കന്മാരുടെ മുമ്പാകെ ഞാനൊരു ഒരു ഭയവിഷയമായിരുന്നു. എന്നെ അവർക്കൊരു ഭയവിഷയമായിരുന്നു. എന്റെ 33 വയസ്സിന്റെ അകത്ത് വെട്ടിപ്പിടിക്കാവുന്ന രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് ഞാൻ ഗ്രീസ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ധാരാളം പൊന്നെ വെള്ളി സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാനിപ്പോൾ പോകുന്നു, ഇതൊന്നും കൊണ്ടുപോകുന്നില്ല, വെറും കയ്യാ ഞാൻ പോകുന്നു. നേടിയതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുന്നു. ലോകം അറിയട്ടെ, ഞാൻ സമ്പാദിച്ച ധനമൊന്നും അത് വെറും വേസ്റ്റാണ്, അതൊന്നും എന്നോടുകൂടെ പോരുന്നില്ല എന്ന് ലോകം മനസ്സിലാക്കട്ടെ. പിന്നെ ഒരു പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മെ ചികിത്സിക്കുന്ന ഭിഷഗ്വരന്മാർക്കും നമ്മുടെ ജീവനെ ഒരു നിമിഷത്തേക്ക് പിടിച്ചെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് ലോകം അറിയട്ടെ. മഹാനായ അലക്സാണ്ടർ പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ സാധിക്കുമോ, യോബിനെ പോലെ സാഹസം ഇല്ലാത്ത കരങ്ങളാണ് എന്റെ കരങ്ങൾ, സാഹസമില്ലാത്ത ഹൃദയമാണ് എന്റെ ഹൃദയം, സാഹസമില്ലാത്ത ചിന്തയാണ് എന്റെ ചിന്ത. മറ്റുള്ളവരുടെ നന്മകളെ കവർച്ച ചെയ്യുന്ന, മറ്റുള്ളവരുടെ വസ്തുവകളെ ഞാൻ അപഹരിക്കുന്ന, അവയെ കൊണ്ട് ഞാൻ സമ്പാദ്യമുണ്ടാക്കുന്ന, അവയെ കൊണ്ട് ഞാൻ ധനം സമ്പാദിക്കുന്ന ഒരു പ്രകൃതിയാണോ എനിക്കുള്ളത്? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയവും കൈകളും നിർമ്മലമായെങ്കിൽ മാത്രമേ നിർമ്മലമായ എന്റെ ഹൃദയത്തിനുള്ള എന്റെ അപേക്ഷ നീ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം അതിനായി നമ്മേവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുറ. താങ്ക് യു.